നിങ്ങളൊരു ഭദ്രകാളി ഭക്തനോ ഭക്തിയാണെന്നിരിക്കട്ടെ, നിശ്ചയമായിട്ടും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം. കാരണം സാധാരണ ഒരു ദേവിയെ നമ്മൾ ഉപാസിക്കും പോലെയല്ല ഭദ്രകാളിയെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളൊരു ഭദ്രകാളി ഭക്ത എന്ന് പറയുമ്പോൾ, കാരണം അതെന്ന് പറഞ്ഞാൽ അമ്മ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിനിയുമാണ്. അമ്മ പെട്ടെന്ന് തന്നെ ഭക്തരിൽ കരുണയുണ്ടായിട്ട് അവരെ അനുഗ്രഹിക്കും. എന്നാൽ അവർ കാട്ടുന്ന തെറ്റുകളെ അമ്മ ചൂണ്ടിക്കാണിക്കും. ചിലപ്പോൾ വലിയ പ്രഹരങ്ങൾ തന്നെ അമ്മയുടെ പക്ഷത്തു നിന്ന് നമുക്ക് കിട്ടിയിരിക്കും. കാരണം അമ്മയുടെ ഭക്തനാകേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമ്മയോട് കാണിക്കുന്ന സത്യസന്ധതയാണ്. അല്ലാതെ അമ്മയുടെ ഭക്തയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ അത്ര കണ്ട് ഗുണപ്രദമായിട്ടുള്ള കാര്യമാകുകയില്ല നമ്മുടെ ഭാവി എന്നുള്ളത്. പക്ഷേ അമ്മയെ അനുസരിച്ച് അമ്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാമെങ്കിൽ കിട്ടാത്തതായിട്ട് മറ്റൊന്നുമില്ല. അവർക്ക് ഈശ്വരാനുഗ്രഹം ആവോളം ലഭ്യമാവുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഈ അമ്മ മഹാമായയുടെ ഭക്തനാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ത് കാരുണ്യമാണ് അമ്മ ചൊരിഞ്ഞു തരുന്നത്. എന്നിട്ടും ചിലർ അമ്മയെ ഒരു കളിപ്പിള്ള എന്നുള്ള രീതിയിൽ സമീപിക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു വേഷം കെട്ടാണ് എന്നുള്ള രീതിയിൽ അമ്മയുടെ ഭക്തിയെ ഇവർ മുതലെടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഏറ്റവും അപകടകരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചിലപ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ചെയ്തു പോകുന്ന ചില പ്രവൃത്തികൾ അമ്മയുടെ കോപത്തിന് കാരണമാക്കിയേക്കാം. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അമ്മയടുത്ത് ക്ഷമാപണം പറയണം. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് കാണാൻ വിട്ടുപോകരുത്. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഭദ്രകാളി ഭക്തർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ആദ്യത്തേത് അമ്മയെ കൊണ്ട് കള്ളസത്യം ഇടുക എന്നുള്ളതാണ്. ചിലരെപ്പോഴും അമ്മയുടെ കീർത്തനങ്ങൾ ജപിച്ച് അമ്മയുടെ ഭക്തരായിട്ട് കാണപ്പെടും. ഈ ഭദ്രകാളി ഭക്തരായിട്ടുള്ളൊരു വ്യക്തിയെ ശത്രുക്കൾക്ക് ഉപദ്രവിക്കാൻ വലിയ പേടിയാണ്. കാരണം എന്താണ്? ഇവരെ തൊട്ട് കഴിഞ്ഞാൽ അമ്മയുടെ കോപം ഉണ്ടാവുകയും തൊടാൻ വരുന്ന ആളിന് പണി കിട്ടുമെന്നൊക്കെ ഈ എതിരെയുള്ള ആളിനെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവരൊരു സേഫ് സോണിലായിരിക്കും, അമ്മയുടെ കാരുണ്യത്തിൻ്റെ കടാക്ഷത്തിലൂടെയായിരിക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരിൽ ചിലപ്പോൾ അഹങ്കാരം കൊണ്ടോ അമ്മയുടെ സേവന ആവോളം ലഭിച്ചത് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ചില ദുർബുദ്ധികൾ ഉണ്ടായി വരും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കള്ളസത്യം ഇടുക എന്നുള്ളത്. അതായത് ഇവർ ചില കള്ളത്തരങ്ങളോ മറ്റോ ചെയ്തിട്ട് ഇവർ അമ്മയുടെ പേര് പറഞ്ഞ് അങ്ങോട്ട് സത്യം ഇടും. അമ്മയുടെ പേര് പറഞ്ഞ് സത്യം ഇട്ട് കഴിഞ്ഞാൽ മറ്റാരും പിന്നെ അവിശ്വസിക്കില്ലല്ലോ. അമ്മയുടെ പേര് പറഞ്ഞ് സത്യം ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയായിരിക്കും എന്ന് മറ്റുള്ളവർ കരുതും. കാര്യം ധൈര്യമുള്ള അല്ലെങ്കിൽ ഒരു ഭക്തയായിട്ടുള്ള ഒരാളും അമ്മയുടെ നാമത്തിൽ കള്ളസത്യം ഇടില്ല. അപ്പോൾ അതോടുകൂടി മറ്റേ ആളങ്ങ് ഒഴിഞ്ഞു പോകും. ഇവരൊരു രക്ഷപ്പെട്ട പ്രതീതിയായി. കാര്യം അമ്മയെ കൊണ്ട് സത്യം ഇട്ടു, അവർ വിശ്വസിച്ചു എന്നുള്ള മട്ടിലാവും. പക്ഷേ ഇവരുടെ ഈ രക്ഷപ്പെടലുണ്ടല്ലോ യഥാർത്ഥ രക്ഷപ്പെടലൊന്നും അല്ല. ഇവർക്ക് ഇങ്ങനെ കള്ളസത്യം ഇടുന്നവർക്ക് വലിയ വലിയ മുട്ടം പണി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ വന്നുകൂടും. ജീവിതത്തിൽ ഒരിക്കലും ഇവർ അനുഭവിക്കാത്ത തരത്തിലുള്ള പ്രതിസന്ധികളായിരിക്കും പിന്നെ ഇവരെ തേടിയെത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭദ്രകാളി ഭക്തരെ, ഇനി തല പോകുന്ന കാര്യമായാലും ശരി, അമ്മയെ കൊണ്ട് കള്ളസത്യം ഇടരുത്. അത് അത്യന്ത വിനാശമാണ്. ജന്മത്തിനപ്പുറം മരണശേഷം പോലും നമുക്കതിൻ്റെ ദൂഷ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാര്യം മറ്റു മത അനുഷ്ഠാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹൈന്ദവരിൽ പലപ്പോഴും ഇവർക്ക് എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതുകൊണ്ടാണല്ലേ ഈ 33 കോടി ദൈവങ്ങളെ നമ്മൾ ആരാധിക്കാൻ തയ്യാറാകുന്നത്. നമുക്കങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ ചിലരാകട്ടെ തങ്ങളുടെ മതത്തിലുള്ള ഇത്രയും വ്യത്യസ്തമായ ദൈവസങ്കല്പങ്ങളൊന്നും കൂടാതെ മറ്റ് മതങ്ങളിലെ അവരുടെ ദൈവങ്ങളെയും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഭദ്രകാളി ഉപാസകര് അല്ലെങ്കിൽ ഭദ്രകാളി ഭക്തർ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാര്യം അമ്മയുടെ ഭക്തർ അമ്മയുടെ തന്നെ ഭക്തരായിരിക്കും. അതായത് അമ്മയിലേക്ക് അടിയുറച്ച മനസ്സോടു കൂടിയുള്ള ഒരാളായിരിക്കുമല്ലോ അമ്മയുടെ ഭക്തൻ എന്ന് പറയുന്നത്. ഹൈന്ദവതയിലുള്ള മറ്റ് ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കൃഷ്ണനെയോ വിഷ്ണുവിനെയോ ശിവനെയോ അങ്ങനെ ആരെ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ നിങ്ങൾ
മതത്തിന് പുറത്തേക്ക് പോയി, ഹൈന്ദവതയിൽ നിന്ന് പുറത്തേക്ക് പോയി ആരാധന തുടങ്ങുമ്പോൾ അവിടെയുള്ള ദൈവിക ഊർജവും നമ്മുടെ ഹൈന്ദവതയിലുള്ള ദൈവിക ഊർജവും തമ്മിൽ വ്യത്യാസമുണ്ട്. പേരുകൊണ്ട് ഈശ്വരൻ, ദൈവം എന്നൊക്കെ പറയുന്ന ഒന്നാണെങ്കിലും ഊർജ്ജവിധാനങ്ങളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈന്ദവതയിൽ നിന്നുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുന്നവർ മറ്റ് മത പ്രാർത്ഥനകൾ ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല, ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും രാത്രി ഭഗവതിയുടെ സമയമാണ്. ഈ സമയത്ത് അത്തരം പ്രാർത്ഥനകൾ ചെയ്യരുത്. ഇത് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വരും. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ മഹാമായ ഭദ്രകാളിയെ ഉപാസിക്കുന്നത് ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല, മറ്റ് മതത്തിലുള്ള ചിലരും ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാം ഒട്ടേറെ പേര്. അപ്പോൾ അവർ ചെയ്യേണ്ടുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അമ്മയെ ഉപാസിക്കുന്ന കാലയളവിൽ പൂർണ്ണമായിട്ട് അമ്മയിലേക്ക് വരാൻ ശ്രമിക്കണം. ഇനി അത് കഴിഞ്ഞില്ലെങ്കിൽ രാത്രി സമയത്തെങ്കിലും അമ്മയുടെ ഉപാസകനായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ ഭക്തനായിട്ട് മാറണം. പകൽ സമയത്ത് നിങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങൾ പിന്തുടർന്നോളൂ. രാത്രി സമയമാണ്, രാത്രി കാളിക എന്നുള്ള ഭാവം, കാളിമയാർന്നവളാണ് കാളി. ഈ രാത്രി സമയത്ത് അമ്മയുടെ ഭജനങ്ങളും കീർത്തനങ്ങളും ജപിച്ച് മുന്നോട്ട് പോകുക, അതായിരിക്കും ഗുണകരം. മൂന്നാമത്തെ കാര്യം മദ്യപിച്ച് പൂജകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മദ്യപിച്ച് പൂജകൾ ചെയ്യുമ്പോൾ ഭദ്രകാളിയുടെ കാര്യത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. കാര്യം ഈ കൗളാചാരത്തിലൊക്കെ മദ്യം വെച്ചു കൊടുക്കുക, മാംസം വെച്ചു കൊടുക്കുക എന്നൊക്കെയുള്ളത് പൗരാണികമായിട്ട് ചിലപ്പോൾ ഇപ്പോൾ തന്നെയും ചില ഭദ്രകാളി സേവകർ ചെയ്യുന്നതാണ്. അതായത് ഭഗവതിക്ക് മദ്യസേവയും മാംസസേവയൊക്കെ കൊടുക്കുന്നവരുണ്ടെന്ന ചുരുക്കം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇതൊരു തരംഗമായിട്ട് വരുന്നുണ്ട്. അതായത് കൗളാചാരത്തിൽ ഭഗവതിയെ ഞങ്ങൾ പൂജിക്കുന്നുണ്ട്, ഇവിടെ ശക്തി കൂടുതലാണ് എന്നുള്ള മട്ടിൽ ആകർഷിപ്പിക്കുന്ന ചില പരസ്യങ്ങളൊക്കെ ചിലർ ചെയ്യാറുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, അമ്മയ്ക്ക് നിങ്ങൾ വാമാചാരം, കൗളാചാരം, താന്ത്രികാചാരം ഏത് വേണമെങ്കിലും ആചാരം എടുത്തോളൂ. അതിനൊക്കെ ഓരോ വിധാനങ്ങളുണ്ട്. പക്ഷെ പൂജകൻ മദ്യപിച്ചുകൊണ്ട് പൂജ ചെയ്യരുത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പൂജകൻ മാംസം കഴിച്ചുകൊണ്ട് പൂജ ചെയ്യരുത്. ഇത് ഭഗവതിക്കാണ് നിങ്ങൾ സമർപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ സാത്വികമായ കർമ്മങ്ങൾ ചെയ്യുന്നവർ ഭഗവതിക്ക് പായസം നേദിക്കാൻ കൊടുക്കും. ഈ പൂജാരി വന്നിരുന്ന് പായസമെല്ലാം തിന്ന് വയറ് വീർപ്പിച്ചിട്ടല്ല ദേവിക്ക് കൊടുക്കുന്നത്. ഇവിടെ ദേവിക്ക് നേദിച്ചു കഴിഞ്ഞു, ഏറ്റവും ഒടുവിൽ പൂജകളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആ പ്രസാദം കഴിക്കും. അതാണ് വേണ്ടത്. പക്ഷേ ചില സ്ഥാനങ്ങളിൽ ദേവിക്കെന്ന് പറഞ്ഞുകൊണ്ട് മദ്യവും മാംസമൊക്കെ മേടിച്ചു വെച്ചിട്ട് അവർ തന്നെ കുടിച്ചിട്ട് ആണ് ഈ പൂജകളൊക്കെ ചെയ്യുന്നത്. അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ചില വ്യക്തികൾ, നമ്മുടെ ഭക്തരായിട്ടുള്ള ആൾക്കാർ തന്നെ, അവർ മദ്യപിച്ചുകൊണ്ട് വന്നിട്ട് ഭദ്രകാളിയെ പൂജിക്കാൻ തുടങ്ങും. ഒരു തരം ലഹരി വസ്തുക്കളും നമ്മൾ ദേവതാ പൂജയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അത് ഇനി കൗളായാലും സാത്വികമായാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, തെറ്റാണ്. ഈശ്വരീയ സങ്കല്പത്തിന് അതിന് എതിരാണ്. ദേവതകൾക്ക് ഇങ്ങനെ മദ്യവും മാംസവും ഒക്കെ സമർപ്പിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞോട്ടെ. അതിനിപ്പം ചിലപ്പോൾ ചിലർക്ക് അതിന് വൈരുദ്ധ്യം ഉണ്ടാവുക, ഞങ്ങൾ അങ്ങനെയാണ് ശീലിച്ചു വന്നത്, പിന്നെ ഞങ്ങളുടെ പൂർവാചാരം അങ്ങനെയായിരുന്നു. ശരി, അതിൽ തർക്കിക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ പേഴ്സണലി അതിൻ്റെ എതിരാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയാറുള്ളത് സാത്വികമായിട്ടുള്ള ഗുണത്തിൽ കൊടുക്കുക, ഇനി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പ്രതീകമായിട്ട് കൊടുക്കുക എന്നുള്ള കാര്യമാണ് പറയാറുള്ളത്. അപ്പോൾ മദ്യപിച്ച് ഇവ ചെയ്യാതിരിക്കുക ഏറെ ശുഭകരമാണ്. നാലാമത്തത്, മറ്റുള്ളവരുടെ നാശത്തിനായിട്ടുള്ള പൂജകൾ, പ്രാർത്ഥനകൾ ചെയ്യരുത് എന്നുള്ളതാണ്. ഈ ഭദ്രകാളിയെ സ്വതവേ എല്ലാവർക്കും ഭയമുള്ള ഒരു ദേവിയാണ്. അപ്പോൾ ഈ ഭഗവതിയായിട്ട് ഉഗ്രപ്രതാപിയുമാണ്. ഈ ഭഗവതിക്ക് നിണപ്രതീകം മറ്റൊക്കെ കൊടുത്തിട്ട് ഉഗ്രമായ കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് അടി കൊടുക്കണം എന്നുള്ള തരത്തിൽ പൂജ ചെയ്യുന്ന പലരുമുണ്ട്. ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് തിരിച്ചടി ഉണ്ടാകും, സംശയമൊന്നുമില്ല. ഇനി ചില ഭക്തരാകട്ടെ, അവർ ക്ഷേത്രത്തിലോ ഇങ്ങനെയുള്ള പൂജാ സവിധത്തിലോ സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് കേടുവരുത്തണം, ആ ആളിന് നാശം ഉണ്ടാകണം എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയായിരിക്കും. ഇതും നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട കാര്യമാണ്. അങ്ങനെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടാവാം, ചിലപ്പോൾ ഒരാളത് വൈര്യം ഉണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം. പക്ഷെ ദേവിയുടെ മുമ്പ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. ആ അമ്മയുടെ മുമ്പ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് പറയാം. അവിടെ ശിക്ഷ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ള എല്ലാം തീരുമാനിക്കാനുള്ളതാണ് പരമ്പരകളായിട്ടുള്ള ഈ അമ്മ തീരുമാനിച്ചോളൂ. അതിന് ഒരു ഗുണ്ടയെ സമീപിക്കും പോലെ, അമ്മ ഞാൻ ഇന്ന കാര്യം തരാം, അമ്മ ഇത് ചെയ്തേക്കണം എന്നുള്ള മട്ടിൽ ഉള്ള പ്രയോഗങ്ങളൊക്കെ
പരമാവധി ഒഴിവാക്കുക. അഞ്ചാമത്തെ കാര്യം ദേവിയുടെ പേരിൽ ഭയം പരത്തുക എന്നുള്ളതാണ്. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അമ്മ ഉഗ്രകോപി തന്നെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പിടിച്ച് ഉപദ്രവിച്ചുകൊണ്ട് കിടക്കുന്ന എന്തെങ്കിലും ക്രൂര മൃഗമൊന്നുമല്ല അമ്മ. അമ്മ ഭക്തരെ ആശ്ലേഷിക്കുന്ന ആളാണ്. തെറ്റ് കാണുമ്പോഴാണ് അമ്മ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അമ്മയെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. തെറ്റ് ചെയ്യാത്തവർ ഒന്നിലും ഭയപ്പെടേണ്ടതില്ല. എന്നാൽ പാവപ്പെട്ട ദുർബലരായിട്ടുള്ള മനസ്ഥിതിയുള്ളവരെ അമ്മയുടെ പേര് പറഞ്ഞ് ചിലർ വളരെയധികം ഭീഷണിപ്പെടുത്താറുണ്ട്. ചില പ്രത്യേക പൂജാ സ്ഥാനങ്ങളിലിരിക്കുന്ന മാന്ത്രികത കൈയാളുന്ന ചിലരെ എന്നെ അമ്മയുടെ പേര് പറഞ്ഞ് ചില ഭക്തരെയൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് പലരും പറയാറുണ്ട്. ദയവ് ചെയ്ത് അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് പാവപ്പെട്ട മനുഷ്യർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒടുവിൽ ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു കൂടും എന്നുള്ളൊരു സംശയമില്ലാത്ത പറയാം. മാത്രമല്ല നിങ്ങൾ തന്നെയും ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഭദ്രകാളിയെ സേവിക്കുന്നു, ഉപാസിക്കുന്നു. ഇതിൻ്റെ പേരിൽ നിങ്ങൾ അഹങ്കാരം കൊണ്ടിട്ട് മറ്റൊരാളെ ഭയപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കണം. എൻ്റെ വീട്ടിലേക്ക് ഭദ്രകാളി നിന്നെ ശരിയാക്കി തരും എന്നുള്ള രീതിയിൽ ഭീഷണിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇത് ഉപയോഗിക്കരുത്. അതല്ല അമ്മയുടെ സ്വരൂപം. ഇത് മനസ്സിലാക്കുക. ആറാമത്തെ കാര്യം ദേവിയുടെ ശക്തി പരീക്ഷിക്കുക എന്നുള്ളതാണ്. ചിലരുടെ പ്രധാന കുഴപ്പം ഇത് തന്നെയാണ് കേട്ടോ. അമ്മയെ ഒരു തരം വെല്ലുവിളിച്ചുകൊണ്ടുള്ള സംസാരം ഉണ്ടാവുക. അതായത് അമ്മയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യണം, എങ്കിലേ ഞാൻ അത് അമ്മയിനെ തൊഴാൻ വരുള്ളൂ. ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് ചിലർ പറയുന്നതാക്കാം. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അമ്മയെ പരീക്ഷിക്കാൻ നമ്മളാരും ആയിട്ടില്ല. ആ പരമ്പൊരുളിനെ പരീക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവന് ആത്യന്തികമായിട്ടുള്ള നാശമാണ്. ഒരിക്കലും അത്തരം വേടുകൾ പറയാതിരിക്കുക എന്നുള്ള പ്രധാനമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ അശുദ്ധിയോടുകൂടി അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യുക. ഭദ്രകാളിയുടെ ഉപാസകരും അല്ലെങ്കിൽ ഭക്തരുമൊക്കെ ചിലപ്പോഴൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അമ്മ ശ്മശാന കാളിയാണല്ലോ. അമ്മ ശ്മശാന കാളിയാകുമ്പം മുഷിഞ്ഞ വസ്ത്രത്തോടു കൂടി നമുക്ക് അമ്മയെ ഭജിക്കാം, അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിലൊക്കെ ഇരുന്ന് ഭഗവതിയെ പൂജിക്കാം എന്നൊക്കെ ചിലർ ധരിച്ചു വയ്ക്കുന്നുണ്ട്. നമ്മൾ ബഹുഭൂരിപക്ഷം പേരും അമ്മയെ പൂജിക്കുന്നത് അമ്മയുടെ ക്ഷേത്രജമായിട്ടുള്ള, അതായത് താന്ത്രിക ഗുണങ്ങളോടുകൂടിയുള്ള ഭഗവതിയാണ്. അപ്പോൾ ഈ ഭഗവതിയെ നമ്മൾ പൂജിക്കുമ്പോൾ ശുദ്ധികൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മത്സ്യമാംസാദികളൊന്നും ഈ താന്ത്രിക ഗുണമുള്ള ഭഗവതിക്ക് സമർപ്പിക്കുക. ആ ചൈതന്യം ആ രൂപത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ പ്രകൃതീശ്വരിയായിട്ട് ഭഗവതി നിൽക്കുമ്പോൾ അതിന് അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ചിലപ്പം വേറെ വിധികളുണ്ടാവാം. ആ വിധികൾ അനുസരിച്ചോളൂ. എന്നാൽ താന്ത്രിക പാരമ്പര്യത്തിൽ വരുന്ന ദേവിക്ക് ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രത്തോടു കൂടിയോ അല്ലെങ്കിൽ ശുദ്ധിയില്ലാതെയോടുകൂടിയോ ഉള്ള ഉപാസന പ്രാർത്ഥനകളൊന്നും നടത്തരുത്. ശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ പൂർത്തിയായിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഭദ്രകാളിയുടെ ചിത്രം മാറ്റുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിലൊരു ദേവതാ ചിത്രം ഇരിക്കുന്നു, അത് വയ്ക്കാമോ വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പലരും ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം ഇതാണ്: നിങ്ങൾക്ക് ആ ചിത്രത്തിൽ ഭയമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിക്കോളൂ. അത് ഏത് ദേവതയുടെ ആവട്ടെ. നിങ്ങൾക്ക് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വല്ലാതെ ആകുലപ്പെടുന്നു, നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ മാറ്റിക്കോളൂ എന്നുള്ളത്. അങ്ങനെ നിങ്ങളെ വീട്ടിലൊരു ഭദ്രകാളിയുടെ ചിത്രം ഇരുന്നു, നെല്ലൈ ഭദ്രകാളിയെ പോലെ അതിഘോരമായിട്ടുള്ളൊരു ചിത്രമാണ് ഇരുന്നത്, നിങ്ങൾ മാറ്റി. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഭദ്രകാളിയുടെ ആ ഘോര രൂപം മാറ്റിയിട്ട് സാത്വികമായിട്ടുള്ളൊരു രൂപത്തെ, ഭയപ്പെടുത്താത്ത പുഞ്ചിരിയോടെ വയ്ക്കുന്ന ചില രൂപങ്ങളുണ്ട്. ഇത് അമ്മയുടെ രൂപം വയ്ക്കാൻ പേടിയുണ്ടെങ്കിൽ മൂകാംബിക അമ്മയുടെ ഒരു ചിത്രം വെച്ചാൽ മതി. അമ്മയ്ക്ക് 3 ഭാവങ്ങളുണ്ട്, അവിടെ ഒട്ടും പേടിയും വരില്ല. അങ്ങനെയുള്ളൊരു ചിത്രം മേടിച്ച് വെക്കണം. പക്ഷേ ഭദ്രകാളിയുടെ ചിത്രം എടുത്ത് മാറ്റിക്കഴിഞ്ഞു, പിന്നെ അമ്മയുടെ സ്ഥാനം ആ വീട്ടിൽ ഇല്ലെങ്കിൽ അത് ആ വീടിൻ്റെ ഗുണത്തെ ബാലൻസ് ചെയ്യില്ല, അത് ചില നെഗറ്റീവുകളെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഭയമുള്ളവർ ആ ചിത്രം മാറ്റിയിട്ട്, അമ്മയുടെ ആ ചിത്രം മാറ്റിയിട്ട് മൂകാംബിക അമ്മയുടെ ഒരു ചിത്രം വെച്ച് പ്രാർത്ഥിക്കുക. അത് ഏറെ ഗുണകരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഭദ്രകാളി ഭക്തയാണെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത 8 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ ഇതിൻ്റെ കീഴെ പങ്കുവയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ ഇങ്ങനെ കൊടുക്കുക. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക.
ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായത് പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.